സമസ്ത കേരള ജമിയത്തുലമയുടെ ജനറൽ സെക്രട്ടറി. തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ്. സ്വാഭാവികമായിട്ട് നിങ്ങളുൾപ്പെടെയുള്ള സംഘടനകളുടെ അഭിപ്രായങ്ങൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പരിഗണിക്കാറുണ്ട്. പ്രത്യേകമായിട്ട് എന്തെങ്കിലും വിഷയത്തിൽ ഒരു പ്രതികരണം നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അടുക്കുന്നല്ലേ ഉള്ളൂ, വരട്ടെ, ആ സമയത്തല്ലേ ആലോചിക്കേണ്ടേ ഉള്ളൂ. ഈ ഐക്യത്തിന് വേണ്ടി 4 പേർ വീതമുള്ള ചർച്ചകൾ തുടരുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നതിനുള്ള ഒരു കാരണം ഒരു തീരുമാനത്തിലും എത്താൻ കഴിയാത്തത് തന്നെയാണ്. അങ്ങനെയൊന്നുമല്ല. അന്ന് ചില തീരുമാനങ്ങൾ ഉണ്ടാവുകയും ചില സ്ഥലങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സമസ്തയുടെ ഐക്യാഭ്യർത്ഥന നമ്മുടെ കാന്തപുര ഉസ്താദിന്റെ മകനായ അസ്ഹരി ഉസ്താദ് പറഞ്ഞത് ഐക്യം സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷെ മുസ്ലിം ലീഗ് മധ്യസ്ഥത വഹിക്കേണ്ടതില്ല, മറ്റാളുകൾ മധ്യസ്ഥത വഹിച്ചാൽ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ളത് അതിനുള്ള ഒരു പ്രതികരണം എന്താണ്? അല്ല, അതിന് മധ്യസ്ഥന്മാരുണ്ടായിരുന്നു, നേരത്തെ നിശ്ചയിക്കപ്പെട്ട മധ്യസ്ഥന്മാരുണ്ട്, അതിൻ്റെ കീഴിലാണ് നടന്നുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ആ മധ്യസ്ഥന്മാർ രാജിവെച്ചിട്ടുമില്ല, 2 കക്ഷികളും അവർ പറ്റൂല എന്ന് പറഞ്ഞിട്ടുമില്ലല്ലോ. അതിൽ അന്നുള്ളവരൊക്കെ ഉണ്ട്. അതാരൊക്കെയാണ് നമ്മളിങ്ങനെ ആരാ രാഷ്ട്രീയം എന്നാ നോക്കലില്ല, മധ്യസ്ഥരാണോ എന്നേ നോക്കലുള്ളൂ. തടസ്സങ്ങളുള്ളതായി നമ്മളറിവിലില്ല. ആശയത്തിൽ യോജിച്ചാൽ പിന്നെ തടസ്സങ്ങളൊന്നും ഉണ്ടാകേണ്ട സാധ്യതകളില്ലല്ലോ. അത് എല്ലാ ആളുകളും അങ്ങനെ ഓരോരുത്തരും അവരവർക്ക് അനുകൂലമാണെന്നും അല്ലെങ്കിൽ പ്രതികൂലമാണെന്നൊക്കെ വിലയിരുത്തുന്നുണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളങ്ങനെ ഒന്നും പ്രത്യേകം പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. അതല്ല, മനുഷ്യർക്കൊപ്പമുള്ള യാത്രയായതുകൊണ്ട് എല്ലാ മനുഷ്യന്മാരും അത് മനുഷ്യർക്കൊപ്പം എന്നുള്ള നമ്മളെ മുദ്രാവാക്യത്തോടും ഞങ്ങൾ ഇന്നേ വരെയുള്ള നയങ്ങളോടും പരിപാടികളോടും ഞങ്ങളുടെ പ്രവർത്തനത്തോടുള്ള ബഹുമാനം എല്ലാവരും കാണിച്ചു എന്നുള്ള ഞങ്ങൾ സന്തോഷിക്കുകയാണ് അതിൽ. ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങളെ പുകഴ്ത്തുകയും എല്ലാവരും ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യണം എന്നുള്ളതല്ലേ ഞങ്ങളെപ്പോഴും ആഗ്രഹിക്കുക. ആരും മാറി നിൽക്കണമെന്ന് ആഗ്രഹിക്കില്ലല്ലോ. ഞങ്ങളൊരു മതസംഘടനയാണ്, ഒരു പണ്ഡിത സംഘടനയാണ്. അങ്ങനെ വരുമ്പോൾ എല്ലാവരാലും അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുന്നവരും ആവണം എന്നല്ലേ ഞങ്ങളെപ്പോഴും ആഗ്രഹിക്കുക. സന്തോഷം. അതിഗംഭീരായിരുന്നു. ഞങ്ങൾക്ക് അഖിലേന്ത്യാ തലത്തിൽ തന്നെ സംഘടനയും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തങ്ങളവറുകൾ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്ന നിലക്ക് തന്നെയാണ് അവിടെ പോവുകയും അതുപോലെ അവിടെ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്.